എന്തായാലും 7 ഗൂഢാലോചനകളാണ് 7 വാദങ്ങളാണ് ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സ്ട്രക്ചർ ചെയ്ത് കോടതിയുടെ മുന്നിലെത്തിയത്. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ സാഹചര്യം അങ്ങനെ തന്നെ. മഞ്ജുഷ, ഒരു കാര്യം കൂടി, ഈ പ്രോസിക്യൂഷനോട് കോടതി വിചാരണാവേളയിൽ ചില സംശയങ്ങൾ ചോദിച്ചിരിക്കാമല്ലോ ഈ ഗൂഢാലോചന സംബന്ധിച്ച്. അപ്പോൾ അതിന് പ്രോസിക്യൂഷൻ വീണ്ടും മറുപടി നൽകിയില്ല എന്ന പരാമർശം ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുന്നുണ്ടോ? പ്രോസിക്യൂഷനോട് ചോദ്യങ്ങൾ ചോദിച്ചു, അക്കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതല്ലേ? അതെ. പ്രോസിക്യൂഷനോട് ഇക്കാര്യത്തിൽ ഈ വിധിന്യായം ഇത്ര ബൃഹത്തായതുകൊണ്ട് തന്നെ ഓരോ സാക്ഷിയോട് ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും, അതുപോലെ തന്നെ പ്രോസിക്യൂഷനോട് അതിന്റെ സംശയം നിവൃത്തി വരുത്തിയ കാര്യങ്ങളും, പ്രോസിക്യൂഷൻ ഉന്നയിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ച വാദങ്ങളും, ഡിഫൻസ് വക്കീൽ ദിലീപിന്റെ വക്കീൽ ഉന്നയിച്ച വാദങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും കൗതുകകരമായ കാര്യം ഈ ആദ്യ കൂടിക്കാഴ്ചയെ കുറിച്ചാണ്. സൗണ്ട് തോമയുടെ സെറ്റിലെ കൂടിക്കാഴ്ചയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന് കൃത്യമായിട്ട് വിവരം നൽകുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം, ഇത് കൗതുകകരമായ ഒരു കാര്യമായി പോയി എന്നുള്ള രീതിയിൽ, അതായത് ഒരു പ്രോസിക്യൂഷന് പറ്റിയ വീഴ്ചയെ, പോലീസിന് പറ്റിയ വീഴ്ചയെ ഒരു കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടായത്. അത് ശരിയായില്ല പോലീസ് അങ്ങനെ പറഞ്ഞത് എന്ന രീതിയിലാണ്. അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഈ സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പൾസർ സുനി വന്ന് വലിയ വീരസാഹസം കാണിച്ചു എന്നുള്ളതാണല്ലോ ദിലീപിന് പൾസറിനെ ഇഷ്ടപ്പെടാൻ കാരണവും കൂടെ നിർത്തണം എന്ന് തീരുമാനിച്ചതും. ഇതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ ബൈജു പൗലോസിനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം അത് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, ശരിയാണ് ലോക്കൽസ് വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കി ഷൂട്ടിംഗ് സെറ്റിൽ, പക്ഷേ അവിടെ പോലീസിനെ വിളിക്കുകയും ഷൂട്ടിങ്ങിന് ചുമതലയുണ്ടായിരുന്നവർ പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തിയാണ് ഈ പ്രശ്നം തീർത്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയത്. അപ്പോൾ പിന്നെ പൾസർ സുനിയാണ് ഈ പ്രശ്നം തീർത്തത്. അതിന് പ്രതിഫലമായി 650 രൂപ സുനി ഗുണ്ട എന്ന് വൗച്ചറിലും രേഖപ്പെടുത്തി നൽകിയത്. അത് ആർക്ക് നൽകിയതാണ്? ഇങ്ങനെയൊരു വൗച്ചർ ശ്രദ്ധയിൽപ്പെടാതെയാണോ? ഇത് ജൂനിയർ ആർട്ടിസ്റ്റിന് നൽകുന്ന വൗച്ചറാണ് എന്നുള്ള കാര്യം, പണമാണ് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടാതെയാണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് തെളിവായി കൊണ്ടുവന്നതെന്നും പ്രോസിക്യൂഷൻ അത് തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയതെന്നും ചോദിക്കുകയായിരുന്നു കോടതി. പക്ഷേ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദിലീപിന് വേണ്ടി ഹാജരായ വക്കീൽ അതിപ്രഗത്ഭനായ രാമൻപിള്ളയാണ്. അദ്ദേഹം ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെ ഖണ്ഡിക്കുവാൻ അവലംബിച്ച മാർഗങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഓരോ തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള എതിർവാദങ്ങളും എതിർ തെളിവുകളും കൊണ്ടുവരാൻ ഈ പറയുന്ന ഡിഫൻസ് വക്കീലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആ വിധി ന്യായം വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ പല സ്ഥലങ്ങളിലും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഈ പറയുന്ന സാക്ഷിമൊഴികൾ കൂറുമാറുന്നതും, അതുപോലെ തന്നെ ദൃശ്യങ്ങൾ ഇല്ലാതെ പോകുന്നതും, CDR കൃത്യമായിട്ട് ചില സമയത്ത് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന വാദത്തിൽ CDR എന്തുകൊണ്ട് ഹാജരാക്കിയില്ല എന്നുള്ള കാര്യം. അതിനും പ്രോസിക്യൂഷൻ പറയുന്ന ന്യായങ്ങൾ കോടതിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ പ്രോസിക്യൂഷൻ ദിലീപും പൾസർ സുനിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് തെളിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് പൾസർ സുനിയുടെ ജയിലിൽ നിന്ന് എഴുതിയ കത്തിനെയാണ്. പിന്നെ ദിലീപിൻ്റെ ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ദിലീപിൽ നിന്നെടുത്ത മൊഴികളും, അതുപോലെ തന്നെ ദിലീപിനെ തെളിവെടുപ്പിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയപ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 410 നമ്പർ മുറി തുറന്നു കാണിച്ചു എന്നുള്ളതൊക്കെയാണ്. അതിലൊക്കെ കോടതി എതിർപ്പ് പറയുന്നുണ്ട്. അതൊന്നും ആ രീതിയിൽ തെളിവെടുപ്പ് നടത്തിയത് അത് വിശ്വസനീയമായ രീതിയിൽ അല്ല. അവിടെ പോലീസിന്റെ ചില മറ്റു കാര്യങ്ങൾ, പോലീസ് അത് കൃത്രിമമായിട്ട് തെളിവ് ചമയ്ക്കുവാനുള്ള ശ്രമമൊക്കെ നടത്തിയെന്ന് കോടതി പറയുന്നുണ്ട്. ഈ രീതിയിൽ, അതായത് ഈ ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റിനെയും അതുപോലെ തന്നെ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തിനെയുമാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം തെളിവ് നിയമം പരിശോധിച്ചാൽ അത് പോരാ എന്ന് കോടതി പറയുകയാണ്. ഒരാളെ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കണമെങ്കിൽ കൃത്യമായിട്ടും മെറ്റീരിയൽ എവിഡൻസ് വേണം. അങ്ങനെ മെറ്റീരിയൽ എവിഡൻസ് ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ദിലീപിനിവിടെ ആശ്വാസമായി മാറിയത്. പക്ഷേ അവിടെയും പ്രോസിക്യൂഷൻ ഉറച്ചു പറയുന്നത്, ഇതിൽ കൃത്യമായി ഇവർ തമ്മിൽ 6 തവണ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, 2 ഇടങ്ങളിൽ വെച്ച് പണം കൈമാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, കട്ടപ്പനയിലെ ഋത്തിക് റോഷന്റെ സെറ്റിൽ വെച്ച് 30,000 രൂപ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് പൾസറും നാദിർഷായും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഇത് പണം കൈമാറിയതിനും, അതുപോലെ തന്നെ പൾസർ സുനിയുടെ അമ്മയ്ക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് സുനി, ദിലീപിൽ നിന്ന് വാങ്ങിയ പണം. പക്ഷേ അതിനും ബാങ്ക് രേഖകൾ വിശ്വസനീയമല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്.
യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ തെളിവുകൾ അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ ഈ വിചാരണ വേളയിൽ നമ്മളൊക്കെ ചർച്ചയായി വന്ന ആ സാഹചര്യങ്ങളൊന്നും കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ നിലനിന്നില്ല എന്നതാണ്. വളരെ നന്ദി മഞ്ജുഷ. ഈ സാഹചര്യം എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് പുതിയ തെളിവുകൾ, കോടതിയുടെ കണ്ടെത്തലുകൾ പുറത്തു വരികയാണ്. പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ കോടതി എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന ചോദ്യം കൂടി. ഇതിൽ നിർണായകമാവുന്ന മറ്റ് ചില തെളിവുകളും സാഹചര്യങ്ങളും ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഗൂഢാലോചന വാദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗൂഢാലോചനാവാദം 7 പ്രധാനപ്പെട്ട ഗൂഢാലോചന നടന്നു എന്നതിൽ 7 പ്രധാനപ്പെട്ട തെളിവുകളാണ് കോടതിക്ക് മുന്നിൽ എത്തിച്ചത്. പക്ഷേ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. ഒരുപക്ഷേ പ്രോസിക്യൂഷൻ ആ തെളിവുകൾ സമാഹരിക്കാൻ ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് കഴിയാതെ പോയതാണോ, അതല്ലെങ്കിൽ ആ തെളിവുകൾ എന്തുകൊണ്ട് കോടതി അംഗീകരിച്ചില്ല എന്നത് ഒരു തർക്ക വിഷയമായി എന്തായാലും നിൽക്കും. പക്ഷേ കോടതി വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിധിന്യായത്തിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കോടതി കണ്ടെത്തുന്ന ചില കണ്ടെത്തലുകളാണ്, തെളിവുകളുടെ അഭാവമാണ് പ്രധാനമായും വിധിന്യായത്തിൽ ഉൾപ്പെടുന്നത്.